നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റിക്കൊണ്ട് രാഷ്ട്രപതിയുടെ ഉത്തരവ് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെ മാറ്റി എന്നുള്ളതാണ്. സി.വി. ആനന്ദബോസ് രാജിവെക്കുന്നു. അദ്ദേഹത്തിന് മറ്റൊരിടത്തും പോസ്റ്റിംഗ് നൽകുന്നില്ല. പകരം പല സംസ്ഥാനങ്ങളിലെയും തെലങ്കാനയുടെയും ദില്ലിയുടെയും അതുപോലെ തന്നെ ലഡാക്കിലെയും ബീഹാറിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ഗവർണർമാരെ മാറ്റുന്നു. പക്ഷേ സി.വി. ആനന്ദബോസിനും അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും പകരം പുതിയ നിയമനങ്ങൾ നൽകിയിട്ടില്ല. ഈ സി.വി. ആനന്ദബോസ് എന്തായാലും ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടുണ്ട്. തമിഴ്നാട് ഗവർണറായിരുന്ന ആർ.എൻ. രവി അദ്ദേഹം ബംഗാളിൻ്റെ ചുമതല പശ്ചിമ ബംഗാളിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു നിയമനം നടന്നിട്ടില്ല. പകരം കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് തമിഴ്നാടിൻ്റെ ഒരു അധിക ചുമതല നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഗവർണർമാരുടെ ഈ ട്രാൻസ്ഫറുകൾ എന്ന് പൊതുവെ വിലയിരുത്തലുണ്ട്. കാരണം പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം ഇവിടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എന്നാണ് പൊതുവെ വിലയിരുത്തിയിരുന്നത്. എന്തുകൊണ്ടാണ് സി.വി. ആനന്ദബോസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നു. ആ ചർച്ചയ്ക്കിടെ അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. അതായത് തൻ്റെ രാജിക്ക് വളരെ ഗൗരവമായ ഒരു കാര്യമുണ്ട്. ആ കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, വരുന്ന അല്ലെങ്കിൽ അനുയോജ്യമായ സമയത്ത് വെളിപ്പെടുത്തും എന്നാണ് സി.വി. ആനന്ദബോസ് പറഞ്ഞത്. ആർ.എൻ. രവി എന്ന ശക്തനായ, അതായത് കേന്ദ്രത്തിന് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി അങ്ങേയറ്റം കടുത്ത നിലപാടുകൾ പോലും എടുക്കാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ ആ മടി കാണിക്കാത്ത ഒരു ഗവർണറാണ് ആർ.എൻ. രവി. അദ്ദേഹം തമിഴ്നാട് സർക്കാരുമായി ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആർ.എൻ. രവി പശ്ചിമ ബംഗാളിൽ എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് ഉടൻ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. ഒരുപക്ഷെ 15, 16, 17 ആ ഒരു തീയതികളിൽ ഇപ്പോൾ കേരളമടക്കമുള്ള സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ടാകും. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. എന്നാൽ ആ പ്രഖ്യാപനത്തിൽ ബംഗാൾ ഉണ്ടാവില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് മെയ് 7-ാം തീയതി ബംഗാൾ സർക്കാരിൻ്റെ ഒരു കാലാവധി അവസാനിക്കുകയാണ്. അങ്ങനെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ മമതാ ബാനർജി വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമിടുന്നു, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്നു. വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ വയലൻസ് നടത്താൻ, അങ്ങനെ വയലൻസിന് നേതൃത്വം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനും പൂർണ്ണമായും ഭരണം രാഷ്ട്രപതിയുടെ ഭരണത്തിന് കീഴിലായതിനു ശേഷം അവിടെ വളരെ നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്നറിയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആർ.എൻ. രവിയെ അവിടെ നിയമിച്ചിരിക്കുന്നത്. മാത്രമല്ല അവിടെ വളരെ നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു. പശ്ചിമ ബംഗാൾ അത് ഒരു രാജ്യവിരുദ്ധരുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി, അവരുടെ പിന്തുണയോടുകൂടി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികളെ അമർച്ച ചെയ്യണം എന്ന് മമതാ ബാനർജി സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇത് പലതവണ പാർലമെന്റിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് അനുസരിക്കാൻ, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്ക് ഒത്തുനിൽക്കാൻ, രാഷ്ട്രവിരുദ്ധ ശക്തികളെ അടിച്ചമർത്താൻ മമതാ ബാനർജി തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രം കണ്ടെത്തിയ ഒരു വഴിയാണ് ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ബംഗാളിനെ രാജ്യസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് വിഭജിക്കാൻ, 2 സംസ്ഥാനങ്ങളായി വിഭജിക്കാനുമുള്ള, കശ്മീരിനെ ലഡാക്ക് എന്നും ജമ്മു കാശ്മീരെന്നും 2 ഭാഗങ്ങളായി വിഭജിച്ച അതേ മാതൃകയിൽ രാജ്യവിരുദ്ധ ശക്തികളെ ബംഗാളിൽ നിന്നും കുടിയിറക്കാനായി ഈ രീതിയിൽ സർക്കാർ ബംഗാൾ വിഭജനം നടത്താൻ പോകുന്നു എന്ന സൂചനയുമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ അവിടെ കേന്ദ്രത്തിൻ്റെ പിടിമുറുക്കുക. അതിനുവേണ്ടി വളരെ കൃത്യമായി കർക്കശക്കാരനായ ഒരു ഗവർണർ അവിടെ വേണം. അതുകൊണ്ടാണ് ഇവിടെ ആർ.എൻ. രവിയെ അവിടെ മാറ്റി നിയമിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആലോചനയുണ്ടായിരുന്നു. ഇതിനുവേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പശ്ചിമ ബംഗാളിലെ എം.പിമാരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. പാർലമെൻറ്റിൽ അത്തരത്തിലുള്ള നിയമം കൊണ്ടുവരാനുമൊക്കെ അന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അത് പിന്നീട് ഇടയ്ക്ക് വെച്ച്
മാറിപ്പോകുന്നു. സംസ്ഥാനത്ത് അതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമല്ല എന്ന് കാണുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും എന്നും കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നു. അതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കമെന്നറിയുന്നു. ഏതാണ്ടും ദിവസങ്ങൾക്കകം തന്നെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നീക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ബംഗാൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. മെയ് 7 ശേഷം ബംഗാൾ രാഷ്ട്രപതി ഭരണത്തിലേക്കും ബംഗാൾ രണ്ടായി വിഭജിക്കുന്നതിലേക്കും പോകാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. ഈ മുന്നൊരുക്കങ്ങളെ ആ രീതിയിലാണ് പലരും വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.